വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഡിഷാണ് എഗ് റോസ്റ്റ്. അതിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. 3 മുട്ട പുഴുങ്ങി അതിൻ്റെ എഡ്ജ് അല്പം വിടുവിച്ച് വയ്ക്കുക, ഒരു തക്കാളി, 3 പച്ചമുളക്, ഒരു വലിയ സവാള കീറിയത്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ. അതിന് ആവശ്യമുള്ള മസാലക്കൂട്ടുകളാണ് ഇവിടെ ഇരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു അല്പം കുരുമുളക് പൊടി. എഗ് റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പാൻ സ്റ്റൗവിൽ വെച്ചു. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 സ്പൂൺ കടുകിടുക. അതിനുശേഷം കരിവേപ്പില ഇടുക, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക, സവാള, ഇഞ്ചി, ഇതെല്ലാം ഒന്നിന് പുറകെ ഒന്നായിട്ടിടുക. അത് കുറച്ച് നേരം വഴലട്ടെ. ഇത് നന്നായി വഴലുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒണിയൻ ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ നമ്മൾ ഈ തക്കാളി ഇടുന്നു. അതിൻ്റെ പിന്നാലെ മസാലക്കൂട്ടുകൾ ചേർക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഫ്ലെയിം സിമ്മിലാക്കി പാകത്തിന് ഉപ്പ് വിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഉപ്പ് ഇട്ടു. അതിനുശേഷം അറ്റം പിളർന്നു വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായി അതിലേക്ക് ഇടുക. ഈ അറ്റം പിളർന്നു വെച്ചിരിക്കുന്നത് അതിനുള്ളിലേക്ക് മസാല കയറുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം മൂടിയിട്ട് ഇതടച്ച് ഒരു 2 മിനിറ്റ് വേവണം. ഇനിയും അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വേവിക്കുക. എഗ് റോസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്രേവി തിക്കായിട്ട് വേണമെങ്കിൽ നമ്മൾ അരിഞ്ഞിട്ട സവാളയുടെ പകുതി അരച്ച് ചേർത്താൽ മതിയാവും.